ഹായ്, എവർഗ്രീൻ നേഴ്സറിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഞങ്ങളുടെ മാത്തുക്കുടിച്ചായ. ഞാൻ സാധാരണ പറയാറുള്ളത് വീടായാലും പ്ലാവ് വേണം, മുറ്റത്തൊരു തെങ്ങ് വേണം. ഇതൊക്കെ നമ്മുടെ ഒരു കൊച്ചു വീടാണെങ്കിലും വെക്കുമ്പോൾ നമുക്ക് ആഗ്രഹവും ആവേശമുള്ള ഒരു സംഭവമാണ്. പക്ഷേ ഇത് നമ്മുടെ തെങ്ങ് നമ്മളെപ്പോഴും കൊടുക്കുന്നത് സാധാരണ ഈ ചെറിയ തയ്യേക്കാളും ആൾക്ക് ആവശ്യപ്പെട്ട് വന്നാലും നമ്മളെപ്പോഴും വലുത് വെക്കാൻ പറയാൻ കാരണമെന്ന് വെച്ചാൽ ഇത് വെച്ച് കഴിഞ്ഞൊരു ചെറിയ വീട് വെച്ചിട്ട് അധികം നാൾ വളവിട്ട് മരുന്നടിച്ച് നികത്തേണ്ട ആവശ്യമില്ല. ഈ തെങ്ങ് മലേഷ്യൻ കുള്ളൻ എന്നൊരു തെങ്ങാണ്. ഇത് ഈ കൂടിനകത്ത് തന്നെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു 1.5 വർഷം ആയതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് തെങ്ങ് കായ്ച്ചില്ല എന്ന്. ഇത് നിലത്ത് വെച്ച് എല്ലുപൊടിയും വേപ്പിണ്ണാക്കും ഇട്ട് വളർന്നു കഴിഞ്ഞാൽ ഇതൊരു കാവുള്ളൂ. 1 വർഷത്തിനകം ഇത് കാ വരും. നല്ല തെങ്ങാണ്. ഇതിൻ്റെ കടക്കെട്ട് കണ്ടാൽ അറിയാം. എല്ലാം ഓല തിരിഞ്ഞ് നല്ല സെറ്റപ്പായി നിൽക്കുന്നതാണ്. നിലത്തേക്ക് നിങ്ങൾ വെച്ചാൽ അടുത്ത വർഷം നിങ്ങൾക്ക് കരിക്ക് വെട്ടി കുടിക്കാം എന്നുള്ള ഉറപ്പാണ്. അതുപോലെ തന്നെ പ്ലാവ്, എൻ്റെ പ്ലാവ് എന്ന് പറഞ്ഞാൽ വിയറ്റ്നാമേറിൽ പ്ലാവ് വെക്കാൻ എപ്പോഴും പറയുന്നത്. പലരും പല പ്ലാവിൻ്റെ പേര് പറയും. പക്ഷേ നിങ്ങൾക്ക് വീട്ടിലെ ഉപയോഗത്തിന് ഏറ്റവും നല്ലത് ഇതാണ്. ചക്കയോട് കൂടിയാണ് നമ്മൾ പ്ലാവ് കൊടുക്കുന്നത്. ഇതൊക്കെ നിലത്ത് വെച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എത്ര മാത്രമേ ഉള്ളൂ. വല്ലപ്പോഴും ഫൈട്രാൻ കുറച്ച് അടിച്ചു കൊടുക്കുക. പിന്നെ പ്ലാവൊക്കെ ഒരുപാട് പൊങ്ങാതെ സൂക്ഷിക്കുക, മണ്ട കട്ട് ചെയ്ത്. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ വരെ കാത്തിരിക്കണം. വീടു നമുക്കഭിമാനമല്ലേ, വീടിനൊരാട്ടിത്തം വേണ്ടതല്ലേ. വീടു നമുക്കഭിമാനമല്ലേ, വീടിനൊരാട്ടിത്തം വേണ്ടതല്ലേ. മുറ്റം മനോഹരമാക്കിടുമ്പോൾ വീടിന്റെ ചന്തവും കൂടി വരും. മുറ്റം മനോഹരമാക്കിടുമ്പോൾ വീടിന്റെ ചന്തവും കൂടി വരും. ലാൻഡ്സ്കേപ്പും വസ്ത്രമാണ് ഏക വഴി.